ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ച് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ പ്ലാവില്ലെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ചക്കകൾ ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് നമുക്ക് അങ്ങനെ ചക്കയ്ക്ക് ഇങ്ങനെ കൊത്തിയായിട്ട് അങ്ങനെ നിന്നിട്ട് നമുക്ക് എല്ലാവരും അങ്ങനെ തരികയൊക്കെ ചെയ്യുവേ. അപ്പോൾ ഇത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇന്നലെ എടുക്കണമെന്ന് വെച്ചിട്ട് പറ്റിയില്ല, നമുക്ക് ജോലിയൊക്കെ കാരണം നമുക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇന്നാണ് കേട്ടോ അത് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പക്ഷേ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോഴായാലും നമുക്കങ്ങനെ ഇതാവൂല. അങ്ങനെ പിന്നെ ഞാൻ എന്നാലും വേവിച്ചാൽ കഴിക്കും. എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ചക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളത് പക്ഷെ നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു കൊതിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു വലിയ ചക്കയെ മുറിച്ച് അതിൻ്റെ എല്ലാം കുരും ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇന്നത്തേക്കും നാളത്തേക്കും ആയിട്ട് ഓരോ സെക്ഷനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നാളെ എടുക്കത്തില്ല. അത് ഫ്രിഡ്ജിൽ എങ്ങനെ ഇരിക്കും. 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കും. മീനൊക്കെ കിട്ടുമ്പോഴേ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം നന്നാക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിശന്നു കേട്ടോ. രാവിലെ അങ്ങനെ ഫുഡ് അങ്ങനെ കഴിക്കാൻ സമയം കിട്ടും. പിന്നെ നമ്മൾ രാവിലെ കുട്ടികളെയൊക്കെ കൊണ്ടാക്കണം. ആ ഒരു ടൈമിൽ നമ്മളങ്ങനെ ഫുഡ് അങ്ങനെ നന്നായിട്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാനും നോക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ കൂടെ നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ബ്രെഡിനകത്ത് പീനട്ട് ബട്ടർ തേച്ചിട്ട് ഞാൻ ജസ്റ്റ് 2 കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചക്ക ഇന്നത്തേക്കുള്ളത് എടുത്തിട്ട് അത് അരിയാണ് കേട്ടോ. ഞാനും അമ്മയും കൂടെ അരിഞ്ഞു. പക്ഷേ ഇത്രയും നമ്മൾ അരിഞ്ഞെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കാറില്ല. പിള്ളേർക്കൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. ഈ ചക്കയും ചീനി അങ്ങനെയുള്ള ഐറ്റംസൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അവർക്ക് മീൻകറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ അരിഞ്ഞു. പിന്നെ നമുക്ക് ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണമല്ലോ. അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ ഞാൻ പിന്നെ പൊതിച്ചു. ഇതാണ് ഏറ്റവും വലിയൊരു പാട്. ചില തേങ്ങകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊതിച്ചെടുക്കാൻ പറ്റും, ചിലത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈ പാര ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ അല്ലാണ്ട് എനിക്ക് തേങ്ങ ഇങ്ങനെ പൊതിക്കാൻ നമ്മുടെ കത്താൾ വെച്ചിട്ടൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. നമ്മുടെ അയ്യത്തുനിന്ന് തന്നെ അടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ തൊണ്ടോട് കൂടി നമ്മളല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുകയല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ തേങ്ങയൊക്കെ പൊതിച്ചു. ഇനി അത് തിരുകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ചക്ക വേവിക്കുമ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ എനിക്ക് ചൂടോടുകൂടി അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് പണ്ട് മുതൽ വീട്ടിലായാലും അമ്മ എനിക്ക് അങ്ങനെ തരുമായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചൂടോടുകൂടി തന്നെ അത് മിക്കവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചു. പക്ഷേ തേങ്ങ പൊട്ടിച്ചത് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 3 പീസായിട്ടായിരുന്നു വന്നത്. ഭയങ്കര പാടാണ് കേട്ടോ ഇനി തിരുമ്മി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനതൊക്കെ തിരുമ്മി എടുത്തു. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ മുന്നേ ആയി തന്നെ നമുക്ക് ഈ കറികൾ വെക്കാനൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ. കാരണം അമ്മ അങ്ങനെ ഞങ്ങളൊന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാം അമ്മ തന്നെയാണ് കേട്ടോ ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഓരോ ചേരുവകളോ അതിൻ്റെ ഓരോ അരപ്പുകളോ അങ്ങനെയൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ കറികളൊക്കെ വെക്കാൻ പഠിച്ചതും എല്ലാം നമ്മുടേതായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ട്രൈ ചെയ്യാനൊക്കെ പഠിച്ചത്. അല്ലാണ്ട് ഞാൻ വീട്ടിലുള്ള സമയത്ത് എനിക്കൊന്നും അറിയില്ല കേട്ടോ. അമ്മ അത് വേണം, അമ്മ ഇത് വേണം എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം ഞാനൊരു അമ്മയായപ്പോഴാണ് നമ്മുടെ അമ്മമാർ അനുഭവിച്ച ആ ഒരു ഇത് ഞാൻ അറിയുന്നത് കേട്ടോ. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർ പറയുന്നതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക, അതൊക്കെ ഒരു ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ പണിയായിരുന്നു തുണി കഴുകുക. അത് ദിവസവും നമ്മുടെ ഏറ്റവും വലിയൊരു ജോലിയാണ്. കാരണം കുട്ടികളും ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട്, ഒരുപാടല്ല 3 കുട്ടികളൊക്കെ ആകുമ്പോൾ തന്നെ അവരുടെ ഡ്രസ്സുകൾ, പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ രാവിലെ വൈകുന്നേരത്തെയും പിന്നെ സ്കൂളിലെ ഡ്രസ്സുകൾ, അങ്ങനെ കുറേ തുണികൾ കാണും കേട്ടോ കഴുകാൻ. അപ്പോൾ മെഷീനിൽ ഞാൻ അല്ലാണ്ട് വീട്ടിലൊക്കെ ഉള്ളത് കഴുകും. പിന്നെ ഡെയിലി ഉള്ളതാണെങ്കിൽ ഞാൻ മാക്സിമം കല്ലിൽ തന്നെ കഴുകാൻ ശ്രമിക്കും കേട്ടോ. കാരണം നമ്മൾ മെഷീനിൽ കഴിയുമ്പോൾ അത്രത്തോളം നമുക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. പിന്നെ നമ്മളാണെങ്കിൽ കല്ലിൽ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അഴുക്കെല്ലാം പോയി കാരണം പ്രത്യേകിച്ച് കുട്ടികളിങ്ങനെ ചാടി മറിഞ്ഞ് എപ്പോഴും അവരുടെ ഡ്രസ്സിലൊക്കെ ഫുൾ അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ ഡെയിലി ഉള്ളതുണ്ടെങ്കിൽ ഞാൻ അന്നൊന്ന് തന്നെ കഴുകാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ ഒരുപാട് ഇങ്ങനെ 2-3 ദിവസത്തെ കൂടി കിടക്കുമ്പോഴേ ഉള്ളൂ ഞാൻ ഇങ്ങനെ മെഷീനിൽ കഴുകാം. അങ്ങനെ ചേച്ചി രാവിലെ കഴുകിയിട്ട തുണികളൊക്കെ പിന്നെ ഞാൻ അതെടുത്തുകൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ടിലിട്ടു. കാരണം അത്യാവശ്യം അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയതൊക്കെ എടുത്തുകൊണ്ടൊന്ന് സിറ്റ് ഔട്ടിൽ ഇതുപോലെ അശ കെട്ടിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ മഴയായത് കാരണം അല്ല നമ്മൾ വേറെ എവിടെ ഇടുക തുണികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയത്തൊക്കെ തുണി ഉണങ്ങാൻ. അപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ആശകൾ നമ്മൾ സാധാരണ റൂമിലൊക്കെ കെട്ടും. പക്ഷേ ഇവിടെ റൂമിൽ അങ്ങനെ കെട്ടിയിട്ടില്ല. കാരണം കെട്ടാനൊക്കെ ഇല്ല, പിള്ളേരെല്ലാം കൂടെ അത് പൊട്ടിച്ച് കളയും. അതുകൊണ്ട് നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിൽ അശ കെട്ടിയിട്ട് അവിടെ തുണികളൊക്കെ അത്യാവശ്യം തോന്നുന്ന തുണികളൊക്കെ നമ്മൾ അവിടെ ഇട്ട് ഉണക്കിയെടുക്കും കേട്ടോ. അപ്പം അത്യാവശ്യം ഇതൊക്കെ നന്നായിട്ട് ഇനി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടാൽ ഉണങ്ങിക്കോളും. ഇവിടെ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കഴുകിയ തുണികളൊക്കെ നമ്മുടെ കംഫർട്ടൊക്കെ മുക്കി ഇനി അത് വിരിച്ചിടണം. കാരണം പിള്ളേരുടെ തുണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം. പിന്നെ യൂണിഫോമൊക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ നല്ല ഡ്രസ്സുകളൊക്കെ ഞാനിതുപോലെ കല്ലിൽ തന്നെയാണ് കഴുകുക. മഴയാണെങ്കിലേ ഉള്ളൂ നമുക്ക് കല്ലിൽ കഴുകാനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും മഴയൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, ഈ 2 സമയത്ത് മാത്രമേ നമുക്ക് അവിടെ താഴെ അവിടെ നിന്ന് കഴുകാനൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും ആ സമയത്ത് അവിടെ അടിക്കാം. അപ്പോഴത്തേക്ക് അമ്മ ചക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കേട്ടോ. അരപ്പൊക്കെ ഞാൻ പിന്നെ തേങ്ങ തിരുമ്മി കൊടുത്തായിരുന്നു. പിന്നെ അമ്മ അത് അരയ്ക്കാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് ചക്ക വേവിച്ചാൽ മാത്രം മതി. നമുക്ക് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് കുറച്ച്, അല്ലാണ്ട് കറികളൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ സ്കൂളിൽ പോകണമായിരുന്നില്ല കുട്ടികൾക്ക്, അപ്പം അവർക്ക് വെച്ച കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അവരുടെ തുണികളൊക്കെ ഇതുപോലെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പിഴിഞ്ഞ് വിരിച്ചിടുകയാണ്. നമ്മുടെ കംഫർട്ടിൽ മുക്കി ഇടുമ്പോൾ നല്ല മണമൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ അവരുടെ ഡ്രസ്സുകളും എൻ്റെ ഡ്രസ്സുകളും എല്ലാം ഞാൻ വിരിച്ചിട്ടു. അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്, ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊന്ന് കിടക്കാനൊക്കെ വെച്ചതാണ്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അവരെ വിളിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ലച്ചുവിനെ വിളിക്കാൻ പോകണം. അപ്പോൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് സാധാരണ വെക്കേഷൻ സമയത്താണ് നമുക്ക് കിടക്കാൻ പറ്റാത്തതെന്ന് പറയും. പക്ഷേ വെക്കേഷൻ സമയത്ത് ഞാൻ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ. സ്കൂൾ തുറന്ന സമയത്താണ് നമുക്ക് ഉറങ്ങാൻ വേണ്ട അത്ര സമയം കിട്ടാത്തത്. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ചക്കയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത നല്ല ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്രയും ദൂരത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് വേവിക്കാണ്ടൊക്കെ ഇരിക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ അത് ചക്കയൊക്കെ വേവിച്ചത് കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ ചക്കയായിരുന്നു. പിന്നെ അമ്മ ഇതിൽ കൂടുതൽ പച്ചമുളകൊക്കെ ഇടും കേട്ടോ. പിന്നെ ചിലർ കാന്താരി ഇടും. കാന്താരി ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചക്ക അത് അമ്മയ്ക്ക് അങ്ങനെ ഇളക്കാൻ അത്രയും ശക്തിയായിട്ട് ഇളക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി ചക്കയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ചൂടായത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മുടെ അതിൽ പിടിച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാവിലത്തെ മത്തങ്ങക്കറി രാവിലെ വെച്ച കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് കടു വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ കുട്ടികൾക്കത് കൊടുത്ത് വിട്ടില്ല, നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. അപ്പോൾ ചേച്ചി രാവിലെ അതിൻ്റെ അരപ്പും മത്തങ്ങക്കറി അരച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ കടുക് വറുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്. പിന്നെ ആ സമയം കൊണ്ട് ഞാനതിന് കടുകൊക്കെ വറുത്തിട്ടു. കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ കൊച്ചുള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അമ്മ നമ്മുടെ മത്തങ്ങക്കറിയും കടുക് വറുത്തൊന്ന് റെഡിയാക്കി. പിന്നെ അതാണ്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ചക്കയും നല്ല ചക്കയായിരുന്നു. ചക്കയും നല്ല സൂപ്പറായിട്ടുള്ള മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മീൻകറിയാണ്, ഞാൻ ഇന്നലെ മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ മീൻകറിയും നമ്മുടെ മെഴുക്കുവരട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ച് ചോറ് കഴിച്ച ഉടനെ തന്നെ ഞാൻ ഇറങ്ങി കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ അത്രയും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് വന്നു. അവരിനി നേരെ വീട്ടിലേക്ക് കയറി. ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നേരെ ലച്ചുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ വഴി തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ലച്ചുവിൻ്റെ അംഗൻവാടിയിൽ നിന്ന് വന്നു കേട്ടോ. വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോട്ട് തിരിഞ്ഞിരിക്കാന്നേ. അപ്പോൾ അങ്ങനെ അവൾ കയറി പോവുകയാണ്. ഭയങ്കര ചിരി വരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്തൊക്കെയോ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ പോവാം കേട്ടോ. അങ്ങനെ പിന്നെ ഇനി ഇവർ വന്നതിന് ശേഷം
ഇവരുടെ കാര്യങ്ങൾ നോക്കണം, ഇവർക്ക് ഫുഡ് കൊടുക്കണം, ഇവരുടെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഞാൻ ഒരു ഓർഡർ ചെയ്ത കാര്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലൗസാണ് കേട്ടോ. കാരണം അല്ലാണ്ട് നമ്മൾ എപ്പോഴും സോപ്പിനകത്ത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊക്കെ ഒരുപാട് ഹാർഡായി പോകുന്ന പോലെ ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ഏട്ടൻ പറഞ്ഞു അന്നേരം ഇതുപോലെ ഗ്ലൗസ് ഓർഡർ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പിന്നെ ഗ്ലൗസൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ സ്ക്രബ്ബർ ഇട്ടിട്ട് കഴുകി, പക്ഷേ അതിനകത്ത് തന്നെ നമുക്ക് കഴുകാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നോട് എൻ്റെ മൂത്ത മോൻ പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെ, അമ്മ ഇപ്പോഴും പഴഞ്ചനാണല്ലോ, അതിനകത്ത് സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്ന്. പക്ഷെ നമ്മൾ ആ ശീലിച്ച് വന്നത് ആ സ്ക്രബ്ബർ എടുത്ത് കഴുകുന്നത് ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇപ്പം അല്ലാണ്ടാണ് ഞാൻ കഴുകുന്നത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല, 100 സംതിങ് അത്രയും കണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കൈയൊക്കെ എപ്പോഴും പാത്രങ്ങളൊക്കെ ഒരുപാട് കാണും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഇത് ഓർഡർ ചെയ്ത്. ഇനി തുണി കഴുകാൻ വേണ്ടി കൂടെ ഒരെണ്ണം വാങ്ങിക്കണം. അങ്ങനെ പിന്നെ ദാണ്ട് ലച്ചു വന്ന പാടെ അവളുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ഉപ്പുമാവ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അവരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കഴുകി അന്ന് കൈയോടെ തന്നെ കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് ചേച്ചിയുടെ മോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ സ്കൂൾ ബസ് വൈകുന്നേരം ഇതുവഴി പോവും, നമ്മുടെ വീടിൻ്റെ അതുവഴി പോവും. അപ്പോൾ അവളിവിടെ ഇറക്കും കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാനല്ല കേട്ടോ, മൂത്ത ആളാണ്, മോൻ എടുക്കുകയാണ് വീഡിയോ. അപ്പോൾ ഞാൻ കാണാതെ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവന്മാരുണ്ടെങ്കിൽ മൂത്തവൻ ഫോണും കൊണ്ടൊക്കെ നടന്നോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനും എല്ലാത്തിനും അവനാണ് കൂടെ നിൽക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ പിന്നെ തനിയെ കുളിച്ചു. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. കാരണം ഇന്നിട്ട യൂണിഫോമുകളും പിന്നെ ലച്ചുവിൻ്റെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഞാൻ കുളിച്ചിട്ടിട്ട ഡ്രസ്സുകളും അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ ഇന്നത്തെ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകുകയാണ്. കഴുകിയിട്ട് ഇതൊക്കെ ഞാൻ അറിയാണ്ട് അവൻ എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ ഞാൻ അവൻ എടുത്തതല്ലേ മിസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാനതങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി വൈകിട്ട് അമ്പലത്തിലൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അതൊന്നും എടുക്കുന്നില്ല, കാരണം എല്ലാത്തിനോടും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഇനി പിന്നെ എനിക്ക് കുളിക്കണം, പിന്നെ ലച്ചുവിനെ കുളിപ്പിച്ചു, പിന്നെ അവളെ ഒരുക്കണം, എനിക്കൊന്ന് റെഡി ആവണം, അമ്പലത്തിൽ പോകണം. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ.